എല്ലാവരും വിശ്വാസത്തിലും ഭക്തിയിലും ഏറ്റുചൊല്ലുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഇവിടെ വന്നിരിക്കുന്ന ഓരോ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാ മേഖലകളും ഇവരുടെ ജീവിതത്തിന്റെ കണ്ണുനീരുകളെ, വിഷമതകളെ, മക്കളില്ലാത്ത അവസ്ഥകളെ, ദുരിതങ്ങളെ, ഏതൊക്കെ മേഖലകളാണ് ഇവർ വേദന അനുഭവിക്കുന്ന ആ മേഖലകളിലൊക്കെ പരിശുദ്ധ മധ്യസ്ഥതയിൽ അമ്മയുടെ ഒരു കൃപാവന പദ്ധതി ഇവർക്കും അവരുടെ കുടുംബങ്ങൾക്കും ഉണ്ടാകണമേ. ശ്രീ ആരാധന. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹത്തോടെ ദൈവത്തെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന്റെ സ്വന്തം മക്കളാണെന്നുള്ള ബോധ്യത്തില് അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗവും ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള എല്ലാ നിയോഗങ്ങളെയും നിങ്ങളിപ്പോൾ സമർപ്പിക്കുക. ലൈറ്റ് ക്യാനിൽ പേർ റിക്വസ്റ്റുള്ള മക്കളുണ്ട്. അവർ നിങ്ങളുടെ ജീവിതത്തിൽ ആ നിയോഗങ്ങളെല്ലാം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുക. ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുള്ളവരുണ്ട്. ഇന്നിവിടെ സന്നിധാനത്തിലായിരിക്കുന്ന മക്കൾ, ഓൺലൈനായിട്ട് ഈ സമയത്ത് നമ്മുടെ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളും എത്രയും സ്നേഹത്തോടുകൂടെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുക. പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ സാന്നിധ്യത്തിൽ ദൈവാത്മാവിൻ്റെ നിറവിലാണ് നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ചു വെക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ തെല്ലും അവിശ്വാസമില്ലാതെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് എൻ്റെ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദൈവം ഇതെനിക്ക് പൂർണ്ണമായും സാധിച്ചു തരുമെന്നുള്ള ബോധ്യത്തിൽ കരങ്ങൾ ഈശോയുടെ മുമ്പിൽ നീട്ടിക്കൊണ്ട് തമ്പുരാനെ ഞങ്ങളുടെ അപേക്ഷകളെ, ഞങ്ങളുടെ നിയോഗങ്ങളെ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന, യേശുവേ ആരാധന. നാളായിട്ട് ഞങ്ങൾ വിഷമിക്കുന്ന ഞങ്ങളുടെ കണ്ണുനീരുകളെ, വിഷമതകളെ, ദുഃഖങ്ങളെ, കുടുംബത്തിന്റെ വേദനകളെ, ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളെ, മക്കളില്ലാത്ത അവസ്ഥകളെ, ഒത്തിരി മക്കൾ ഇവിടേക്ക് ഒരുപാട് ദൂരേക്ക് കടന്നു വരുന്നവരുടെ ഈശോയെ, അവരുടെ ജീവിതത്തിന്റെ ഹൃദയത്തിന്റെ തകർച്ചകളിൽ, അവർ കണ്ണുനീരുകളായിരിക്കുന്ന അവസ്ഥകളിൽ, കടബാധ്യതകളിൽ, ഏതൊക്കെ മേഖലയിലാണോ അവരെ മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അവിടെ എല്ലാം ദൈവത്തിന്റെ ആത്മാവിനെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ ഈ സമയം ബഹുമാനപ്പെട്ട ജോസഫത്തിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
എൽത്താരയിൽ അച്ഛൻ്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ വചനങ്ങളും ജീവിതത്തിൻ്റെ കണ്ണുനീരിലായിരിക്കുന്ന ഓരോ മക്കൾക്കും അത് ഏറ്റവും ഊർജ്ജസ്വലമായി മാറുവാനായിട്ട്, അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകുവാൻ, മച്ചയിലും മാംസത്തിലും സന്ധിബന്ധങ്ങളിലും ജീവിത പ്രശ്നങ്ങളിലും ചേതനയിലും തുളച്ചു കയറുന്ന വചനം ഈ സമയം പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ എല്ലാ മക്കളിലും ഉണ്ടാകട്ടെ. തീർത്ഥം ദൈവത്തിൻ്റെ ആത്മാവ് രജ്ഞിയായി ജോസഫ് അച്ഛനിലൂടെ കർത്താവെ അനേകായിരങ്ങൾക്ക് സൗഖ്യമാകുവാൻ, ശാന്തിയാകുവാൻ, കരുണയാകുവാൻ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ സമർപ്പിച്ച് ഈ സമയം നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ അങ്ങയുടെ അഭിഷിക്തനെ ഈ സമയത്ത് അനുഗ്രഹിക്കണമേ. കർത്താവെ അങ്ങയുടെ ദിവ്യകാരുണ്യത്തിൽ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഇരിക്കുക. ഓൺലൈനിൽ ശുശ്രൂഷ നടത്തുന്നവർ മൊബൈൽ എവിടെയെങ്കിലും സ്വസ്ഥമായി വെച്ചതിന് ശേഷമോ അതിന് ടി വിയിൽ കൂടുന്നവർ ഇപ്പോൾ ഇവിടെ കൃപാസനത്തിൽ ശുശ്രൂഷയിൽ കൂടുന്നവരിയ്ക്കുന്നവർ തന്നെ ഭക്തിപൂർവ്വം ഇരിക്കുക. പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മൊബൈലിലും കൂടി നോക്കി അങ്ങനെ ചെയ്യരുത്. കർത്താവിൻ്റെ വചനം കേൾക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രാർത്ഥനയെ സ്തുതിച്ചുകൊണ്ട് വേണം ഓൺലൈനിലുള്ളവരെ പ്രത്യേകിച്ച് നമുക്ക് ഒരുമിച്ച് അച്ഛൻ്റെ കൂടെ പ്രാർത്ഥിച്ച് ഓൺലൈൻ ധ്യാനത്തിനായി ഇരിക്കുന്നവരെ നമുക്ക് സമർപ്പിക്കാം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, കർത്താവേ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള അങ്ങയുടെ സാന്നിധ്യത്തെ ഈ ധ്യാന സമയങ്ങളിൽ പ്രത്യേകമായ വിധം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, കൃപാസനത്തില് ലോകത്തിന്റെ വിവിധ ദേശങ്ങളില് ഇപ്പോഴ് ധ്യാനങ്ങളില് ഓൺലൈനില് ധ്യാനം കൂടുന്നവരെ എല്ലാവരെയും അങ്ങയുടെ തിരുമുറുവാർന്ന വലതുകരത്താൽ ആശീർവദിക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, കൊടിയ നൊമ്പരങ്ങളിൽ ഭാരപ്പെടുന്നവരെ പ്രത്യേകം സ്പർശിക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, സഞ്ചാരി മാതാവേ, സന്ദർശന മാതാവേ, ദിവ്യകാരുണ്യ ധ്യാനം കൂടുന്ന ഓരോ മകനെയും മകളെയും രോഗികളെയും സാമ്പത്തിക ബാധ്യതകളാൽ ഭാരപ്പെടുന്നവരെ, കുടുംബസമാധാനം നഷ്ടപ്പെട്ടവരെ, അകന്നു പോകുന്ന പരസ്പരം അകന്നു പോകുന്ന ദമ്പതികളെയും സ്പർശിക്കണമേ. അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ യോഗ്യതയല്ല, എൻ്റെ കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ യോഗ്യതയാൽ അവരെ സ്പർശിക്കണമേ. അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ദൈവമേ, ഈ നിമിഷം ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ. ദൈവമേ, ആരാധനയുടെ ഈ നിമിഷം ഞങ്ങളുടെ ദൈവസ്നേഹത്തെ വർദ്ധിപ്പിക്കണമേ. ദൈവമേ, ആരാധനയുടെ ഈ നിമിഷം ഞങ്ങളുടെ ദൈവത്തിലുള്ള പ്രത്യാശയെ വർദ്ധിപ്പിക്കണമേ. മനസ്സ് തകർന്നവരെ അങ്ങ് പ്രത്യേകം പൊതിഞ്ഞു പിടിക്കണമേ. ഈ ആരാധന കഴിയുമ്പോൾ ദൈവത്തിന്റെ പ്രത്യേക സ്നേഹം, പ്രത്യേക സംരക്ഷണം, പ്രത്യേക വിടുതല് അവരെ പ്രാപിക്കുവാൻ ഇടയാക്കണമേ. സ്തുതികട ഹല്ലേലൂയ. പ്രിയമുള്ളവരെ,
വിശ്വാസം ഒരു ബോധമായിട്ടാണ് രൂപപ്പെടുന്നത്. ആദ്യം നമ്മളിലൊക്കെ വിശ്വാസം ഒരു ബോധമായിട്ടാണ് ആദ്യം രൂപപ്പെടുന്നത്. ബോധം സീനിയോറിറ്റി പ്രാപിക്കുമ്പോഴാണ് ബോധ്യമായിട്ട് മാറുന്നത്. നിങ്ങളെന്ത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിലും ആദ്യം ബോധതലത്തിൽ ഈ വിഷയം രൂപപ്പെട്ടു വരണം. എങ്ങനെയാണ് ബോധം ഉണ്ടാകണത്? ബോധം ഉണ്ടാകണത് അറിവിലൂടെ ബോധം ഉണ്ടാകും. നമ്മുടെ ബോധത്തിലുള്ള എല്ലാ കാര്യവും അറിവിലൂടെ. അറിവെങ്ങനെ നമുക്ക് കിട്ടും? ഇന്ദ്രിയങ്ങളിലൂടെ അറിവ് ലഭിക്കും, അല്ലേ? കണ്ണിലൂടെ, കാതിലൂടെ, അതുപോലെ തന്നെ സ്പർശനത്തിലൂടെ, എല്ലാം പഞ്ചേന്ദ്രിയങ്ങൾ, ത്വക്കൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്, മൂക്കുണ്ട്, എല്ലാം വ്യത്യസ്തങ്ങളായ ഇന്ദ്രിയങ്ങളിലൂടെ. ഞാൻ ദിവസങ്ങളിൽ മുരിങ്ങൂർ ധ്യാനകേന്ദ്രത്തിന് വേണ്ടി ഗുഡ്നസ് ടി വിയിൽ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള ഒരു എപ്പിസോഡ് ചെയ്യുകയായിരുന്നു അവസാനത്തെ. അപ്പോൾ അതിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു മകളോട് അമ്മ പറഞ്ഞത്, നീ നിൽക്കുന്ന താഴ്വരയുടെ അപ്പുറത്ത് ചെല്ലുമ്പോൾ നീ ഒരു ദേവാലയം കാണും. അവിടെ ആക്ച്വലി ദേവാലയമില്ല. ഇവളവിടെ ചെല്ലുമ്പോൾ ഒരു ദേവാലയം അവൾ കാണും. ആ ദേവാലയത്തിൽ നിന്ന് സ്വർഗീയമായ സുഗന്ധമുയരുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ആ ദേവാലയത്തിലെ താഴ്വര ചെല്ലുമ്പോൾ ദേവാലയം അവിടെ ഉണ്ട്. ദേവാലയത്തിലെ സുഗന്ധമുണ്ട്. അത് ഇന്നുവരെ കേൾക്കാത്ത അഭവമായ ഒരു സുഗന്ധമാണ്. അവൾ ആ സുഗന്ധം അനുഭവിക്കും. അപ്പോഴും മാതാവ് പറയും, ഈ സ്ഥലം എൻ്റെ മകനോട് പറഞ്ഞ് ലോകത്തിൻ്റെ പാപങ്ങൾക്കും പാപികൾക്കും വേണ്ടി മാനസാന്തത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ ദേവാലയം പണിയാൻ നീ ബഹുമാനപ്പെട്ട വികാരച്ചനോട് പറയണം എന്ന് പറയുമ്പോൾ ആ ദേവാലയം, അതായത് നമ്മൾ ഈ ദേവാലയത്തിൽ ഇവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന സുഗന്ധം ഇവിടെ എങ്ങനെ അനുഭവിക്കുന്നതാണ്? മൂക്കുകൊണ്ട് അനുഭവിക്കുന്നതാണത്. ഒരറിവാണ് ബോധം. ആ പ്രത്യക്ഷീകരണം അങ്ങനെ ശക്തമായ രീതിയിൽ പോയി. ഇപ്പം സഭ അംഗീകരിച്ചൊരു പ്രത്യക്ഷീകരണമാണത് ചരിത്രത്തിലെ. അച്ഛൻ പറഞ്ഞു വരണത്, ദൈവത്തെ മൂക്കുകൊണ്ടും അനുഭവിക്കാം, ദൈവത്തെ കൈകൊണ്ട്. അപ്പോസ്തലന്മാരൊക്കെ കൈകൊണ്ട് അനുഭവിച്ച ആൾക്കാരാണ്. ഇപ്പോൾ ഒന്ന് യോഹന്നാൻ ലേഖനത്തിൽ ഒന്നാമത്തെ ചാപ്റ്ററിൽ 1-ാമത്തെ വചനങ്ങൾ, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത്, ചെവി കൊണ്ട് കേട്ടത്, കൈകൊണ്ട് സ്പർശിച്ച് മനസ്സിലാക്കിയ ജീവൻ്റെ വചനം. അപ്പോൾ ആ ബോധം എങ്ങനെ ഉണ്ടാകുന്നതാണ്? ഒന്ന്, കണ്ണുകൊണ്ട് കണ്ട് കർത്താവിനെ കണ്ടതാണ് അവർ. പിന്നെ എന്താണ്? അവർ ചെവി കൊണ്ട് കേട്ടതാണ്. ഇപ്പോഴും നിങ്ങളും ചെവി കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? എന്താ കേട്ടത്? കർത്താവിൻ്റെ വചനം. ഇനി കൈകൊണ്ട് സ്പർശിച്ചത്. അപ്പം ഇങ്ങനെ പഞ്ച ഇന്ദ്രിയങ്ങളിലൂടെ ദൈവത്തിൻ്റെ അറിവ് നമ്മളിലേക്ക് വരും. ഇതിനാണ് വചനം നമ്മൾ കേൾക്കുന്നതിൻ്റെ കാരണം ഇതാണ്. അങ്ങനെ വചനം കേൾക്കുമ്പോൾ എന്താ ഉണ്ടാകണം? നമുക്ക് ബോധം ഉണ്ടാകും. ഈ ബോധം വളരണം. ഓരോരോ ദിവസം ചെല്ലും തോറും ബോധം വളരണം. നമുക്ക് ഹെവി ഡ്യൂട്ടി, ഇപ്പോൾ ഉടമ്പടിയിൽ നിങ്ങൾ വെക്കുന്ന വിഷയം എന്താ? വലിയ ബോധമുള്ള വേണ്ട ഒരു വിഷയങ്ങളാണ് ഉടമ്പടി വരണത്. വലിയ വിശ്വാസബോധം ഉണ്ടാകേണ്ട വിഷയങ്ങൾ, ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള സബ്ജക്റ്റാണ് ഉടമ്പടി വരണത്. അപ്പോൾ ഈ ഉടമ്പടി ഡിമാൻഡ് ചെയ്യുന്ന കുറച്ച് ഡീപ്പൻ കോൺഷ്യസ്നെസ്, ഫെയ്ത്ത് കോൺഷ്യസ്, ഇതിൽ വിശ്വാസി അപ്ഗ്രേഡ് ചെയ്യുകയും പ്രാർത്ഥിക്കുക. കർത്താവേ, ഉടമ്പടിയിൽ ഞങ്ങൾ വെച്ചിരിക്കുന്ന വലിയ കാര്യങ്ങള്
നിവർത്തിക്കുവാൻ ആവശ്യമായ വലിയ വിശ്വാസ ബോധ്യങ്ങളാൽ വിശ്വാസബോധങ്ങളാൽ ഓ അമ്മേ, പരിശുദ്ധമ്മേ, ഇപ്പോഴ് ദിവ്യകാരുണ്യ ഈശോയോട് പ്രാർത്ഥിച്ച് ഞങ്ങളെ അനുഗ്രഹിപ്പിക്കണമേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ചെയ്യുന്ന ഉടമ്പടിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഉടമ്പടി നമ്മൾ വെച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ഹെവി ഡ്യൂട്ടി വിഷയങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യങ്ങളാണ്. വലിയ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ശേഷിക്കും ശേഷിക്കും മണി പവർ, മസിൽ പവർ, അങ്ങനെയുള്ള നമ്മളുടെ ഭൗതികമായ കഴിവിന് അപ്പുറത്തുള്ള കാര്യങ്ങളാണ് വലിയ കാര്യങ്ങൾ, അല്ലേ? ഈ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണ് എന്ന് നമ്മൾക്ക് വെളിപാട് നൽകിയത് ആരാണ്? പരിശുദ്ധ അമ്മയിലൂടെയാണ് ആ വെളിപാട് കിട്ടിയത്, അല്ലേ? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:49. വിശുദ്ധ ലൂക്കാ സുവിശേഷം 1:49 എന്തിനാണ്? ശക്തനായവൻ ഒന്ന് പറഞ്ഞേ. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് വെളിപ്പെടുത്തിയത്. എന്താണ്? ഒന്ന്, ദൈവം ശക്തനാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾക്ക് ശക്തിയില്ലെങ്കിലും ശക്തനായവൻ നമ്മുടെ കൂടെ ഉണ്ട്. കൈയിടിച്ച് കർത്താൻ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു ബോധമായി, അല്ലേ? എന്നാ ബോധമാണ്? രണ്ട് ബോധം ഇപ്പം അച്ഛൻ തന്നിട്ടുണ്ട്. രണ്ട് ബോധം ഇപ്പം അച്ഛൻ കൈമാറിയിട്ടുണ്ട്. എന്താണ്? ഒന്ന്, ദൈവം ശക്തനാണ്, അല്ലേ? ദൈവം ശക്തനാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ അശക്തരാണെങ്കിലും പേടിക്കേണ്ട കാര്യമില്ല. അതൊരു ബോധമാണ്. ദൈവം ശക്തനാണ്. എവിടെ നിന്ന് കിട്ടിയതാണ് ഈ ബോധം? അമ്മ നൽകിയതാണ്. പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയിലൂടെ നൽകിയതാണ്. ഒന്ന് പറഞ്ഞ്, ദൈവം ശക്തനാണ്. ഞാൻ അശക്തനാണെങ്കിലും അശക്തയാണെങ്കിലും ഞാൻ ഭയപ്പെടത്തില്ല. കാരണം എൻ്റെ ദൈവം ശക്തനാണ്. എൻ്റെ ദൈവം ശക്തനാണ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ദൈവം ശക്തനാണെന്നുള്ള ബോധം കിട്ടിയപ്പോൾ അടുത്ത പടി എന്താ? ദൈവം ശക്തനാണ്. പിന്നെ എന്താണ്? ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. ഒന്ന് പറഞ്ഞേ. ദൈവം ശക്തനാണ്, കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. അപ്പം ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുന്നവനാണെങ്കിലുള്ള ഗുണം എന്താണ്? നമ്മൾക്കും പരിശുദ്ധ അമ്മയ്ക്ക് ചെയ്തു കൊടുത്ത പോലെ വലിയ കാര്യങ്ങൾ നമ്മൾക്കും ചെയ്തു തരും. ഉറപ്പല്ലേ? ഈ ഉറപ്പുള്ളൊരു ദൈവകെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മൾക്കും ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തു തരും. എന്താ കാര്യം എന്നറിയാവോ? ദൈവത്തിലുള്ള എല്ലാം, ദൈവം എന്തെല്ലാം ചെയ്യുന്നു അതെല്ലാം നമുക്കും വേണ്ടി കൂടെ ഉള്ളതാണ്. അതൊരു ബോധമാണ്. ദൈവം എന്തെല്ലാം ലോകത്ത് ചെയ്യുന്നോ, ദൈവം എന്തെല്ലാം ആയിരിക്കുന്നുവോ അതെല്ലാം ദൈവത്തിന് വേണ്ടിയുള്ളതല്ല. എന്താ? നമുക്ക് വേണ്ടിയുള്ളതാ. ഇതാരുടെ വിശ്വാസമാണ്? ആരുടെ ബോധമാണിത്? ആദിമസഭയുടെ ബോധമാണ്. ദൈവം എന്തോ ആയിരിക്കുന്നോ അതെല്ലാം നമുക്കും വേണ്ടി കൂടി ആയിരിക്കുന്നതാണ്. ഇതാരുടെ ബോധമാണ്? ആദിമസഭയുടെ ബോധമാണ്. എന്താണ് ആ ബോധം? ആ ബോധം എന്ന് പറയുന്നത് റോമ 8:41. ശ്രുതികടേ, ശ്രുതികട. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതികട. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിശക്തമായി ശ്രുതിക്കട്ടെ. ദൈവിക കൃപകൾ നിറയുന്ന സമയമാണ്. ദൈവസ്നേഹത്തോടെ ശ്രുതിക്കട്ടെ. നിയോഗങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കട്ടെ. ആദിമസഭയുടെ ബോധം എന്താണ്? 8:11. റോമ 8:11. യേശു പറഞ്ഞ യേശുവിനെ
മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. അപ്പോൾ എന്താ പ്രശ്നം? ഇതാണ് ആദിമസഭയുടെ ബോധം. ഈ ബോധം എങ്ങനെ വന്നതാണ്? ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യും, അല്ലേ? അമ്മയിലാണ് ഈ ബോധം ആദ്യം ഉണ്ടായത്. പരിശുദ്ധാത്മ നിറഞ്ഞപ്പോൾ അമ്മയിലുണ്ടായ ബോധം ലുക്ക 1:49. എന്താണ്? ദൈവം ശക്തനാണ്. പറഞ്ഞേ, ദൈവം ശക്തനാണ്. രണ്ടാമത്തെ ബോധം എന്താണ്? ശക്തനായവൻ ദൈവം എന്ത് ആയിരിക്കുന്നു അത് ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയാണ്. പിടിയിട്ടില്ലേ? നിങ്ങൾ ഉടമ്പടി ഹെവി ഡ്യൂട്ടിയുടെ വിഷയം വെക്കുമ്പോൾ ഇത് ദൈവത്തിന് പോലും ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിക്കരുത്. അത് സാത്താൻ്റെ ചിന്തയാണ്. പിടിയിട്ടില്ലേ? അപ്പോൾ ദൈവം ആരാണ്? ദൈവം ശക്തനാണ്. രണ്ടാമത്തേത് എന്താണ്? ദൈവം ശക്തനാണെങ്കിൽ ദൈവം എന്തായിരിക്കണത്? എന്തിനു വേണ്ടിയാണ്? എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാനാണ്. അപ്പം ദൈവം എന്തായിരുന്നാലും അതാർക്ക് വേണ്ടിയാണ്? നമ്മൾക്ക് വേണ്ടിയാണ്. അതാരുടെ ബോധമാണ്? ആദിമസഭയുടെ ബോധമാണ്. അതെവിടെ നിന്ന് കിട്ടുന്നതാണ്? റോമ 8:11. എന്താ പരിപാടി? എന്താ വചനം പറഞ്ഞിരിക്കുന്നത്? റോമ 8:11 യേശുവിനെ മരിച്ചോട് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ്. പറഞ്ഞേ, യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മൃതശരീരങ്ങൾക്കും നിങ്ങൾ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. അപ്പൊ ശാരീരികമായ എല്ലാ വിഷയം മൃതമായിരിക്കുന്ന അവസ്ഥയാകാം, മരവിച്ച അവസ്ഥയാകാം. അല്ലാതെ എന്ത് പറ്റും? പരിശുദ്ധാത്മാവ് നിങ്ങളെ വസിച്ചാൽ ഈ ശാരീരികമായ അവസ്ഥകൾ, ഭൗതികം, നമ്മുടെ ഫിസിക്കലായിട്ടുള്ള എല്ലാ സറൗണ്ടിങ്സും ഉയർത്തെഴുന്നേക്കും. കർത്താവ് യേശുക്രിസ്തുവിനെ കൈയിടിച്ച് ക്രിസ്തുക്കളുടെ എപ്പോഴെൻ്റെ സഹോദരൻ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ശാരീരികമായി ഒരു ശരീരത്തിൽ സംഭവിക്കാവുന്ന മാക്സിമം ട്രാജഡി എന്താണ്? നമ്മുടെ ശരീരത്തിന് സംഭവിക്കാവുന്ന മാക്സിമം ട്രാജഡി എന്താണ്? ചത്തുപോകുക എന്നുള്ളതാണ്, അല്ലേ? ഇല്ലേ? അങ്ങനെ ഒരു മനുഷ്യൻ മരിച്ചു പോകുന്നതാണ് ആ മനുഷ്യൻ്റെ ശരീരത്തിന് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ട്രാജഡി. ഇൻ കേസ് അങ്ങനെ വന്നാൽ പോലും നീ യേശുക്രിസ്തു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ മൃത്യ ശരീരത്തെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിക്കും. കൈയിടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എപ്പോഴാണ് ഉയർപ്പിൻ്റെ പ്രക്രിയ സംഭവിക്കുന്നത്? നിങ്ങൾക്കറിയാമല്ലോ, മരിച്ചവനെപ്പോലെ ഉയർപ്പിക്കുകയാണെങ്കിൽ, നിത്യത അവന് നൽകുകയാണെങ്കിൽ, യേശുവിൽ വിശ്വസിക്കുന്ന മരിക്കയില്ലെങ്കിൽ നിത്യമായി ജീവിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിൻ്റെ ഭൗതികമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും, മരവിച്ച് കിടക്കുന്നതെല്ലാം, നിൻ്റെ IELTS ആയാലും ശരി പറയില്ല, അച്ഛാ 11ാമത്തെ പ്രാവശ്യം എഴുതിയിട്ടാണ് ഇപ്പോൾ ഉടമ്പടി എടുക്കാൻ വന്നിരിക്കുന്നത്. 11ാമത്തെ പ്രാവശ്യം എഴുതിയിട്ടാണ് ഇപ്പോൾ ഉടമ്പടി എടുക്കാൻ വന്നത്. മരവിച്ച് പോയെന്ന് അർത്ഥം, അല്ലേ? അവളുടെ വിദ്യാഭ്യാസ ജീവിതം മുഴുവനും മരവിച്ച് പോയി. ഇപ്പം ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായി. ആ കുഞ്ഞിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അലക്സാണ്ടർ അച്ഛനാണ് സാക്ഷ്യം എടുത്തത്. ഞാൻ ഉണ്ടായിരുന്നു ആ സമയത്ത് അൾത്താറയിൽ. അവളുടെ പ്രശ്നം, അവൾക്ക് ഈ നാളെ ലാസ്റ്റ് ഡേറ്റാണ്. എവിടെ പോകണ്ട? വിസ കാലാവധി തീരണ ലാസ്റ്റ് ഡേറ്റാണ്. അവൾ നാട്ടിൽ നിൽക്കുകയാണ്. ഒരു പിടിയില്ലാതെ നിൽക്കുകയാണ്. എല്ലാ പിടിയും വിട്ട് നിൽക്കുകയാണ്. മരവിച്ച് നിൽക്കുകയാണ്. മരവിച്ച ശരീരം, മരവിച്ച ജീവിതം. അവളൊരു മനസ്സിലൊരു പ്ലാൻ ചെയ്ത് എന്താണെന്നറിയാമോ? ഇനി ഞാൻ ഈ മരവിച്ച അവസ്ഥയിൽ നിന്ന് മാറണമെങ്കിൽ
അമ്മയുടെ മണ്ണിൽ ചവിട്ടിയാൽ മാത്രമേ എൻ്റെ മുമ്പിലൊരു വഴിയുള്ളൂ. അമ്മയുടെ മുമ്പിൽ ചവിട്ടിയാൽ മാത്രം. കാര്യം ഞാൻ വിസ ക്യാൻസലാകാൻ പോവുകയാണ്. പക്ഷേ ജോലിയൊന്നും ഒത്തിരിയേറെ ആ കമ്പനിയുമായിട്ട് ഒത്തിരിയേറെ കറസ്പോണ്ടൻസി എല്ലാം നടക്കണുണ്ട്. പക്ഷേ റിട്ടേൺസ് ഒന്നുമില്ല. ഇവർക്ക് ജോലി ഓഫർ ചെയ്ത കമ്പനിയുമായിട്ട് എല്ലാ പേപ്പറുകളും കൊടുക്കുന്നുണ്ട്. പക്ഷേ വിസ ക്യാൻസലാകുന്ന മുമ്പ് ജോലി കിട്ടണം. അല്ലെന്നുണ്ടെങ്കിൽ ജോലി ഉണ്ടാകത്തില്ല, വിസയും ഉണ്ടാകത്തില്ല. നാട്ടിൽ തന്നെ നിൽക്കേണ്ടി വരും, 0 ആയിപ്പോവും. അപ്പോൾ ഇത് ഇത്രയും നാളായിട്ടിത് ജോലി ശരിയാകണില്ല. വിസ ക്യാൻസലാകാൻ പോവുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണ്? വിസ ക്യാൻസലാകാൻ പോകുന്നതാണ് വിഷയം. അപ്പോൾ അവളൊരു തീരുമാനമെടുത്ത് ഇന്നലെ രാവിലെ എഴുന്നേറ്റപ്പോൾ അമ്മയുടെ മണ്ണിൽ ചവിട്ടിയ, അല്ലാതെ എനിക്ക് ചെയ്യാവുന്ന എല്ലാം കഴിഞ്ഞു, ഇനിയൊന്നും ചെയ്യാനില്ല. ഇനിയുള്ളത് എന്താണ്? അവസാനത്തെ ആശ്രയം എന്താണ്? അമ്മ പ്രത്യക്ഷപ്പെട്ട മണ്ണിൽ ചവിട്ടണം. അതവൾ ആ സാക്ഷ്യത്തെ അവൾ പറയുന്നുണ്ട്. ഇങ്ങനെ വന്നിട്ട് ഇവള് ഇവള് തകർന്ന് തരിപ്പണമായി ഇവിടെ പരക്കം പറഞ്ഞാൽ ഇവിടെ വരണ വണ്ടി ഇറങ്ങിയിട്ട് ഓടി വന്നത് ഇവിടെ നിൽക്കണയാൾക്ക് ഞാൻ ഓർക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, കൗൺസിലിംഗ് ചെയ്തുകൊണ്ട്. ഇവളിങ്ങനെ മാതാവിൻ്റെ മുഖത്തിട്ട് ഇങ്ങനെ കണ്ണെറിഞ്ഞിങ്ങനെ നോക്കി നിൽക്കും. എന്താ? വിസയ്ക്ക് ഇനി 48 മണിക്കൂറുള്ള ക്യാൻസലാകാൻ. എല്ലാം അമ്മയുടെ കയ്യിലാണ്. സമയഘടികാരം നെഞ്ചിച്ചാർത്തി പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ കീഴിലാണ്. സമയമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കൃപാസനത്തിൽ അമ്മ സന്ദേശം നൽകിയത്. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മേ, പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിൽ പ്രത്യക്ഷയായ പരിശുദ്ധി അമ്മേ, സമയത്തിന്റെ അമ്മേ, കർത്താവേ, ഉടമ്പടിച്ച ഓരോ മക്കളുടെ ജീവിതത്തില് കരങ്ങളെ യേശുവിലേക്ക് നീട്ടിക്കൊണ്ട് എന്റെ കൊച്ചു ജീവിതത്തെ സന്തോഷത്തോടെ പാടുക. ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്നെ മുമ്പിൽ കാഴ്ചയിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഒരുമിച്ച് പാടുക. ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ അതാണ് ദൈവത്തെ അറിയണ ഒരു ബോധം. ഇവളിങ്ങനെ കണ്ണ് ഭ്രാന്തമായി അമ്മയെ നോക്കി അവസാനം ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞ് ഞാൻ 2 കുഞ്ഞുങ്ങളെ മക്കളിരിക്കണം അവിടെ ചെന്നിട്ടുണ്ട്. അപ്പോഴവിടെ മൊബൈലിൽ ഫോൺ വന്ന്, എന്താണ്? നിൻ്റെ കമ്പനി ജോലി റെഡിയായി കയറി വരാൻ. ഇത്രയുമാണ് സ്പീഡ്. അമ്മയുടെ മുഖത്ത് നോക്കി തിരിയണ സ്പീഡ്. സാക്ഷ്യം പറയുമാർ അവരുടെ ജീവിതത്തിൽ എന്റെ കൊച്ചു ജീവിതത്തെ നിന്നെ മുമ്പിൽ കാഴ്ചയിടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ ചില സമയത്ത് ഓർക്കുകയെ, ഈശോ പറഞ്ഞ വാക്കുകൾ ഏറ്റവും വലിയ വാക്ക്, എല്ലാ വാക്കുകളും വലിയ വാക്കുകളാണ്. പക്ഷെ നമ്മളെ വല്ലാതെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നൊരു വാക്കുണ്ട്. എന്താണെന്നറിയാവോ? ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ്റ്റ്. ഞാൻ നിന്നെ ഒന്ന് പറഞ്ഞേ, ഞാൻ നിന്നെ ഒരു കാരണവശാലും ഉപേക്ഷിക്കുകയോ അവഗണിക്കുകയോ ഇല്ല. അത് ഒരു പ്രാവശ്യമല്ല. ഇപ്പം ഇത് ആച്ചാനിപ്പ പറഞ്ഞ വാക്ക് ഹെബ്രായ 13:5 വാക്കാണ്. ഹെബ്രായ ലേഖനം പൗലോസിൻ്റെ
എബ്രായ ലേഖനമാണ്. എന്താണ്? 13:5. ഇത് ആരോടെ പറഞ്ഞ? ആദ്യം ഇത് ജോഷുവയോട് പറഞ്ഞതാണ്. ജോഷുവയോട് ആര് പറഞ്ഞു? മോസസ് പറഞ്ഞു. എവിടെ പറഞ്ഞു? നിയമാവർത്തനത്തിൽ പറഞ്ഞു. നിയമാവർത്തനത്തിൽ അതായത് 31-ാം അധ്യായത്തിൽ ജോഷുവയോട് മോസസ് പറയുന്നതാണ്. എന്താണ്? ഫസ്റ്റ് ഓഫറിങ് നമുക്ക് തന്നിട്ടുള്ള ഉറപ്പെന്താ? ദൈവം നമുക്ക്, നീ ശക്തനും ധീരനുമായിരിക്കുക, നീ മുന്നോട്ട് പോവുക. ജീവിതയാത്രയുടെ മുന്നിൽ നിൽക്കുന്ന ഓരോ വ്യക്തിയോടും ബൈബിൾ പറയും. എന്താണ് പറയും? ശക്തനും ധീരനുമായിരിക്കുക, ശക്തയും ധീരയുമായിരിക്കുക. എന്താണ്? ഞാൻ നിൻ്റെ മുമ്പേ വരുമെന്ന്. ഞാൻ നിൻ്റെ മുമ്പേ വരും. നമ്മൾ നിവർത്തനം 31:5 വായിക്കുമ്പോഴും ഹെബ്രായർ പൗലോസിന് എവിടെ നിന്ന് കിട്ടിയതാണ്? ഹെബ്രായർ 13:5 പൗലോസ് പറയും, അറ്റ് എനി കോസ് ഐ വിൽ നോട്ട് ഡിസോൺ യു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു കാരണവശാലും ഇപ്പം ഇതിന് പറയില്ലേ, പൂർവികരുടെ പാപമാണ് എന്നൊക്കെ പറഞ്ഞില്ലേ ആൾക്കാരൊക്കെ എന്തുമാത്രം തരത്തിൽ വഴി തെറ്റിച്ചൊക്കെ വിടും, പേടിച്ച് ആ ബന്ധനം അഴിക്കണം, ഈ ബന്ധനം അഴിക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ. കർത്താവിൻ്റെ വചനം എന്താ പറയണത്? ബന്ധനമൊക്കെ അവിടെ ഇരിക്കട്ടെ, ഒരു കഥയില്ല, എല്ലാം സ്വപ്ന ബന്ധനങ്ങളാണ്. നീ യേശുക്രിസ്തുവിനെ അർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആർക്ക്? അതാണ്. അതായത് റോമ 8:35 വചനം. അതായത് ശ്രദ്ധിക്കട്ടെ മക്കളെ, കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. വലിയ ബോധ്യങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചന വെളിപാടിലൂടെ സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി നിയോഗങ്ങളുടെ മേൽ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഭവനരഹിതരെ സ്പർശിക്കണമേ. ജപ്തി നടപടികളിൽ കോടതി കേസിൽ കഴിയുന്നവരെ സ്പർശിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റോമ 8:35 ആർക്ക് അല്ലെങ്കിൽ എന്തിനെ യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നിന്നെ വേർപെടുത്താൻ കഴിയും? എന്തിനാ? പൂർവികരുടെ ദോഷങ്ങൾക്കാ, നമ്മുടെ സ്വന്തം പാപങ്ങൾക്കാ. അതായത് ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മാനുഷികമായ ബലഹീനതയൊക്കെ ഉണ്ടാകാം. നമ്മളത് പരിഹരിക്കാൻ വേണ്ടി ജീവിതകാലം മുഴുവൻ പരിശ്രമിക്കാം. ആ പരിശ്രമം കാണുന്ന ഒരു ദൈവം നിൻ്റെ എന്താണ് അതിൽ നിന്ന് അളന്നെടുക്കുന്നത്? നിൻ്റെ പരിശ്രമമാണോ? അല്ല, മറിച്ചെന്ത്? നിനക്ക് ഈ ദൈവത്തോടുള്ള സ്നേഹമാണ്. ദൈവവേദനേ, ഒരു പാപത്തിൻ്റെ ഒരു അവസ്ഥയിൽ നിന്ന് നീ രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ വാട്ട് ഗോഡ് കൗണ്ട്സ്, ദൈവം എന്താണ് അതിനെ എണ്ണണത്? നിൻ്റെ പശ്ചാത്താപത്തെയാണ് എണ്ണണത്. പാപത്തിനെതിരെയുള്ള നിൻ്റെ പോരാട്ടത്തെയാണ് എണ്ണണത്. നോ നോട്ട്. പിന്നെ എന്താണ്? നിന്റെ ദൈവസ്നേഹത്തെ. കൈയിടിച്ച് കർത്താൻ സ്തുതികളെ. ഞങ്ങൾക്ക് ശക്തി വരട്ടെ. ആരാധന, റോമ 8:11 നമ്മൾ വായിച്ചതിൻ്റെ അടിസ്ഥാനം എന്താണ്? അതായത് റോമ 8:11 നമ്മൾ വായിച്ചില്ല. അതിൻ്റെ അടിസ്ഥാന വചനം വരുന്നത് റോമ 10:9 ഈ ഫിസിക്കലായിട്ടുള്ള മരവിച്ച അവസ്ഥ, സാഹചര്യം. ഇപ്പം അവിടെ കണ്ട അവളുടെ ജീവിതം മരവിച്ച് വന്നതല്ലേ, ഇവിടെ മരവിച്ച് തകർന്നു വന്നതാണ്. ആ സംഭവം പെട്ടെന്നാണ് ടേക്കപ്പ് ചെയ്തത്. അവിടെ എല്ലാം മരവിപ്പെല്ലാം മാറി അവിടെ സന്തോഷിച്ച് സാക്ഷ്യം പറഞ്ഞാൽ ഇവിടുന്ന് പോണത്. അവൾക്കിവിടെ വരം വരെ സാക്ഷിയില്ല, ഈ നിമിഷം വരെ. ഇവിടെ വന്നു കഴിഞ്ഞ് സംഭവിച്ച കാര്യങ്ങളാണ് എല്ലാം. ഇതിൽ വരുന്ന സംഭവിച്ചു കഴിഞ്ഞാൽ
ഈ നമ്മൾ പറയുന്ന യേശുവിനെ മരിച്ചവെന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ്, മരിച്ചവെന്ന് ഉയർപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചത്ത് കഴിഞ്ഞതിന് ശേഷം ഉയർപ്പിക്കുന്ന കേസ് കിട്ടും മാത്രമല്ല, വചനത്തിന് എല്ലാ സമയത്തും ഉയർപ്പിക്കൽ ശക്തിയുണ്ട്. വചനത്തിന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മാത്രമല്ല ഉയർപ്പിക്കൽ ശക്തി, വചനത്തിന് എല്ലാ സമയത്തും ആർക്കാണ് വചനത്തിനെ വിശ്വസിക്കാൻ കഴിയുന്നത്, അവരുടെ എല്ലാം ജീവിതത്തിൽ വചനം ഉയർപ്പിക്കൽ ശക്തി ആപ്ലിക്കബിളാണ്. ആർക്കാണ് വിശ്വസിക്കാൻ കഴിയുന്നത്? ഇപ്പം ആ സമയത്തെല്ലാം വചനം ആരെല്ലാം വിശ്വസിക്കുന്നുവോ ആ വിശ്വസിക്കുന്ന സമയത്തെല്ലാം അവർക്ക് ഉയർപ്പിക്കൽ ശക്തി തിരിച്ചു വരും.